വിശുദ്ധ ഖുർആൻ പറയുന്നു, സ്വാലിഹീങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവസാനം ഒരു കാറ്റ് വരും. പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് അതിശീഘ്രം അടിച്ചു വീശുന്ന കാറ്റ്. ആ കാറ്റടിച്ചു വീശുമ്പോൾ ഈമാനുള്ളവരൊക്കെ മരിക്കും. ആ ഈമാനുള്ളവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ, ഓ മുസ്ലിമീങ്ങളെ, ഞാൻ ഉദ്ദേശിച്ചതുപോലെ കൂടുതൽ സംസാരിക്കാൻ കഴിയില്ല. പറയാൻ രണ്ടു വിധത്തിലും എനിക്കൊണ്ട് കഴിയില്ല. എത്ര കാലമായി ഞാനും നിങ്ങളും സൂറത്തു യാസീനിൽ ഓതിക്കൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആനിന്റെ ഖൽബാണ് യാസീൻ. ഒരു യാസീൻ പോലും ഓതാത്തൊരു ദിവസം ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാവരുത്. എല്ലാ ദിവസവും നമ്മൾ ഖുർആൻ ഓതണം. ഏറ്റവും ചുരുങ്ങിയത് ഒരു യാസീൻ സൂറത്തെങ്കിലും ഓതണം. ഞാൻ ചോദിക്കുന്നു, എല്ലാ ദിവസവും അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് നിസ്കാരത്തിൽ നിർബന്ധമായി ഓതുന്ന ഫാത്തിഹ സൂറത്ത് അല്ലാതെ അല്പമെങ്കിലും ഖുർആൻ ഓതാത്ത ദിവസം എൻ്റെ ജീവിതത്തിലില്ല എന്ന് പറയാൻ പറ്റുന്ന എത്ര ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്? യാസീൻ സൂറത്തെങ്കിലും നമുക്ക് ഓതണ്ടേ? ഓരോ ദിവസവും പാരായണം ചെയ്യണ്ടേ? എത്ര കുറഞ്ഞ സമയം കൊണ്ട് ഓതി തീർക്കാവുന്നതാണ്. വിശുദ്ധ ഖുർആനിന്റെ ഹൃദയം എന്ന് അല്ലാഹുവിന്റെ റസൂൽ വിശേഷിപ്പിച്ചിരിക്കുന്ന സൂറത്തല്ലയോ? 90% ആളുകൾക്കും മനപ്പാടമുള്ള സൂറത്തല്ലയോ? ഇന്ന് നമ്മുടെ ഒട്ടുമിക്ക ആളുകൾക്കും യാസീൻ സൂറത്ത് പോലും അക്ഷരത്തെറ്റില്ലാതെ കൃത്യമായി മനപ്പാടം ഓതാൻ അറിയില്ല എന്നത് ഒരു വസ്തുതയാണ്. മുൻകാലങ്ങളെക്കാൾ ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഖുർആൻ മനപ്പാടമാക്കാൻ പ്രത്യേകം കോഴ്സുകളും കോളേജുകളും എമ്പാടും ഉണ്ട്. പക്ഷേ പഴയ കാലത്തെ പോലെ പതിവായി ഓതുന്ന സൂറത്തുകൾ പോലും മനപ്പാടമുള്ള ആളുകൾ എത്ര കുറവാണ്. ഈ നാടിനെ പറ്റി എനിക്കറിയില്ല. ഞങ്ങളെ നാട്ടിലൊക്കെ ഇപ്പോൾ മരിച്ച വീട്ടില് യാസീൻ സൂറത്ത് കെട്ടിത്തൂക്കലാണ്. എന്തേ? ഒട്ടുമിക്ക ആളുകൾക്കും കൃത്യമായിട്ട് യാസീൻ ഓതാൻ അറിയില്ല. പഴയകാലത്ത് ആ സംവിധാനമില്ല. എല്ലാവർക്കും യാസീൻ മനപ്പാടമാ. നിങ്ങൾക്ക് കേൾക്കണോ? നമ്മുടെ കാതുകളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ വേണ്ടാത്തത് എമ്പാടും പഠിക്കുന്നതിനാൽ, കാതുകളിൽ കൂടി പാട്ട് കേൾക്കുന്നതിനാൽ, മ്യൂസിക് കേൾക്കുന്നതിനാൽ, അതേ വാദ്യോപകരണങ്ങളിൽ കൂടെയുള്ള പാട്ടുകളും ആവശ്യമില്ലാത്ത കാര്യങ്ങളും എമ്പാടും കേൾക്കുന്നതിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ അല്പം പോലും ഖുർആൻ നിൽക്കുന്നില്ല, ഹദീസുകൾ നിൽക്കുന്നില്ല, ആവശ്യമായത് നിൽക്കുന്നില്ല, ആവശ്യമായത് കൽബുകളിൽ മനപ്പാടമാകുന്നില്ല. നിങ്ങൾ നിങ്ങളെ മക്കളോട് 5ലും 8ലും 10ലും +2 ഒക്കെ പഠിച്ചിരിക്കുന്ന നിങ്ങളെ മദ്രസയിൽ പഠനം നടത്തിയ മക്കളെ വിളിച്ചുകൊണ്ട് മര്യാദക്കൊന്ന് ചോദിച്ചു നോക്ക്. നിസ്കാരത്തിൽ ചെല്ലുന്ന ദിക്റുകള്
ഇഫ്തിതാഹിന്റെ പ്രാർത്ഥന മുതൽ അത്തഹിയാത്ത് മുതൽ അത്തഹിയാത്തിന് ശേഷമുള്ള സ്വലാത്ത് ഉൾപ്പെടെ അതിനുശേഷമുള്ള പ്രാർത്ഥന ഉൾപ്പെടെ നിസ്കരിച്ചതിന് ശേഷം നമ്മൾ കൃത്യമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അദ്കാറുകളൊക്കെ ഒന്ന് നിങ്ങൾ ചോദിച്ചു നോക്കൂ. ഞാൻ കൃത്യമായിട്ട് പറയുന്നു, ഒരു 75% കുട്ടികൾക്കും കൃത്യമായി മനപ്പാടമില്ല. മദ്രസയിലെ ഉസ്താദുമാര് പഠിപ്പിക്കാത്തത് കൊണ്ടല്ല, അന്നവര് പഠിക്കാത്തത് കൊണ്ടുമല്ല, പരീക്ഷ എഴുതാത്തത് കൊണ്ടല്ല, പരീക്ഷയിൽ വിജയിക്കാത്തത് കൊണ്ടല്ല, അവരെ കൽബിൽ അത് നിൽക്കുന്നില്ല. കൽബിൽ മുഴുവനും പാട്ടുകളാ, കോമഡികളാ, ഡയലോഗുകളാ. വാട്സാപ്പിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലുമായിട്ട് അവര് കേട്ടുകൊണ്ടിരിക്കുന്ന കോമഡികളും അവര് കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളും അവര് പഠിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് തോന്നിവാസങ്ങളുമാ ഏറ്റവും കൂടുതൽ കുട്ടികളെ സ്വാധീനിക്കുന്ന ഗെയിമടക്കം മറ്റ് കോമഡികളടക്കം. അതിനതാ എത്രയെത്ര ആളുകളാ ലക്ഷങ്ങൾ വാരിക്കൂട്ടുകയാ. അതിനുവേണ്ടി നമ്മളെപ്പോലത്തെ നമ്മുടെ മക്കളെ പോലുള്ളവര് അതിനഡിക്റ്റായി തീർന്നിരിക്കുകയാ. ആ കൽബില് ഖുർആൻ നിൽക്കൂല, ഹദീസ് നിൽക്കൂല, മുത്തുനബിന്റെ വാക്ക് നിൽക്കൂല, ദിക്ർ നിൽക്കൂല. ആവശ്യമായ ഒന്നും തന്നെ അവരെ കൽബിന് നിൽക്കൂല. ബുദ്ധിയില്ലാത്തത് കൊണ്ടല്ല, ഹിഫ്ളില്ലാത്തത് കൊണ്ടല്ല, ആവശ്യമില്ലാത്തതൊക്കെയും പഠിക്കുന്നുണ്ട്. ഒരു 8 വയസ്സുള്ള മകളോടോ 8 വയസ്സുള്ള മകനോടോ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ. എല്ലാ പുതിയ പാട്ടുകളും അവർക്കറിയാ, എല്ലാ കോമഡികളും അവർക്കറിയാ, എല്ലാവിധ ഡയലോഗുകളും അവർക്കറിയാ. ഒരൊറ്റക്കവട്ടം കേട്ടാൽ അവര് പഠിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഖുർആൻ അറിഞ്ഞുകൂടാ, അത്തഹിയാത്ത് തെറ്റുകൂടാതെ ഓതാൻ അറിഞ്ഞൂടാ, വുളു എടുത്തതിന് ശേഷം ചൊല്ലുന്ന ദിക്ർ കാണാതെ കിട്ടൂല, കൽബില് നിൽക്കൂല. മുഹമ്മദുർ റസൂലുള്ളാഹ് രണ്ടും കൂടി നിൽക്കൂല. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഉമ്മമാരെ, എന്റെ വിഷയം മറ്റി തെറ്റിപ്പോവുക